ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ലക്സംബർഗിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ വ്ലോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഒരു 4.5 hours ഉണ്ട് ഇവിടുന്ന് ലക്സംബർഗ് ടു സ്വിറ്റ്സർലാൻഡ്. അപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ 9:15 ആയിട്ടുള്ളൂ രാവിലെ. അപ്പോൾ നമ്മളൊരു ഉച്ചയ്ക്കാകുമ്പോഴത്തേക്ക് അവിടെ എത്തുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ പെട്രോൾ പമ്പിൽ കയറിയതാണ്. ബിക്കോസ് ലക്സംബർഗിൽ നിന്ന് പെട്രോൾ അടിക്കുന്നതാണ് ചീപ്പ്. ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിനെ വെച്ച് നോക്കുമ്പം ഇവിടെ എന്താ പറയുക, വില കുറവാണ് ലൈക്ക് പെട്രോളിന്. നമ്മളിവിടുന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നമ്മൾ ആക്ച്വലി കുറച്ച് നേരത്തെ ഇറങ്ങണം വിചാരിച്ചതാണ്, പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ലക്സംബർഗിൽ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഫ്രാൻസിലെ സ്ട്രോസ്ബർഗ് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നത്. അങ്ങനെ ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഹൈവേ കൂടെ പോകുമ്പം ഏതെങ്കിലും നല്ലൊരു കെഫെ കണ്ടാൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹൈവേൻ്റെ അടുത്ത് നല്ലൊരു അടിപൊളി കെഫെ കണ്ടു. കുറച്ച് നല്ല വലിയൊരു കെഫെ തന്നെയായിരുന്നു. അവിടെ വാഷ്റൂമും പല ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഉള്ളിലിരുന്ന് കഴിക്കാനും പുറത്തിരുന്ന് കഴിക്കാനും പറ്റിയ ഒരു സ്ഥലമായിരുന്നു. അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിലൊരു സ്ഥലത്ത് കയറിയതാണ്. അപ്പം നമ്മളൊരു സാൻഡ്വിച്ചും കോഫിയൊക്കെ വാങ്ങിച്ചു. ഇവിടുന്ന് കഴിക്കുമ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. ഒരു മൗണ്ടൻസ് ഒക്കെ കാണാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആ വ്യൂവ്. നല്ല മൗണ്ടൻസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഫേസ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ നല്ലൊരു പ്രത്യേകതരം ഒരു രസം തന്നെയായിരുന്നു. പിന്നെ കുറേ പേര് ഇവിടെ വന്നിരുന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പോയിന്റിൽ നിന്ന്. അപ്പം നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു. അപ്പോൾ ഞാനും അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഒരു വെജിറ്റബിൾ കൃഷിയുണ്ട്. തക്കാളി ഉണ്ടായിരുന്നു, നോക്കൂ. അങ്ങനെ അവിടുന്ന് ഫ്രാൻസ് ഞങ്ങൾ വീണ്ടും നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. സ്വിറ്റ്സർലാൻഡിലെ സുറിക് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഫൈനലി നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ടോൾ കൊടുക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. ഇവിടെ സിംഗിൾ ടോളാണ്. അപ്പം ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വേണം നമ്മളെപ്പോഴും സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതിന് പറയുക സ്വിസ് വിനിയറ്റ് എന്നാണ്. അപ്പം ഇതില്ലെങ്കിൽ പോലീസ് നമ്മളെ പിടിക്കുന്നതാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഭയങ്കര വലിയ ക്യൂ ആണ്. അപ്പോൾ ഇവിടെ ചെക്കിംഗ് ഉണ്ട്. അപ്പം അതിന് വെയിറ്റ് ചെയ്യാണ്. ഭയങ്കര വലിയ ക്യൂ ആണ്. അപ്പം അത് ചെക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് സ്വിറ്റ്സർലാൻഡിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ബോർഡറിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഈ സ്വിസ് വിനിയേറ്റിനില്ലേ 47 euro ആണ് വരുന്നത്. നമ്മളത് ഒട്ടിച്ചില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പോലീസ് ചെക്കിങ് സമയത്ത് അവരവിടുന്ന് ആ സ്റ്റിക്കർ ഒട്ടിക്കും. നമ്മൾ അതിൻ്റെ എമൗണ്ട് കൊടുത്താൽ മതി. സ്വിറ്റ്സർലൻഡ് ഷെങ്കൻ കൺട്രി ആണെങ്കിൽ പോലും യൂറോപ്യൻ യൂണിയനിൽ പെട്ട ഒരു കൺട്രി അല്ല. അതുകൊണ്ട് തന്നെ ബാക്കി യൂറോപ്യൻ കൺട്രികളെ വെച്ച് നോക്കുമ്പോൾ പല വ്യത്യാസങ്ങളും ഇവിടെ കാണാം. പല ടാക്സസിലും അതിലുമൊക്കെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര കൂടുതൽ ചെക്കിങ് കുറച്ച് കൂടുതലുമാണ്.
പിന്നെ വേറൊരു സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു പ്രത്യേകമാണ്, ഇവിടെ കുറേ ടണൽസ് ഉണ്ട്. ഇപ്പം ഞാൻ പോകുന്ന ഈ ടണൽ തന്നെ ഓൾമോസ്റ്റ് 8 കിലോമീറ്റർ ഉള്ള ഒരു ടണലാണ്. ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ ഓൾമോസ്റ്റ് ലൈക്ക് 1200 ചെറുതും വലുതുമായിട്ടുള്ള ടണൽസുകൾ ഉണ്ട്. ആൻഡ് ഫൈനലി ഞങ്ങൾ സൂറിക്കിലെത്തി. സൂറിക്ക് പറയുന്നത് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് സ്വിറ്റ്സർലാൻഡ് ആണ്. നമ്മളെ ഹോട്ടലെത്തി. ഇബിസ് വന്ന ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. മുന്നിൽ തന്നെ മിനി കൂപ്പറിൻ്റെ ഒരു ഷോറൂം ഉണ്ട്. സോ ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിലുള്ള ഇബിസ് ഹോട്ടലിൻ്റെ റൂം ടൂറാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സിൻസ് നമ്മൾ ഒരു ഡേ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു ചെറിയ റൂമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ജസ്റ്റ് നോർമൽ ഒരു ബെഡ്റൂം, അതിന് വ്യൂ ആയിട്ട് ജസ്റ്റ് വ്യൂ പോലെ ഒരു ഇതുണ്ട്. പിന്നെ ഹാങ് ചെയ്യാൻ കുറച്ച് സ്ഥലം, ലൈക്ക് ഇവിടെ എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും ഹാങ് ചെയ്യാനുള്ളൊരു സ്ഥലം. പിന്നെ ടി വി ഉണ്ട്. പിന്നെ ഒരു വെരി സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള സ്മോൾ ബാത്റൂം, വാഷ്റൂം. അപ്പോൾ ഇതാണ് സ്വിറ്റ്സർലാൻഡ് റൂം ടൂർ. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താ വെച്ചാൽ ഇവിടെ ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പാണിത്. ഇതിൽ എല്ലാ ടൈപ്പ് ഓഫ് പ്ലഗ്സ് വെക്കും. USB വേണമെങ്കിൽ USB കയറാം, സാധാ ആണെങ്കിൽ ഇതാ. അതൊരു ഭയങ്കര യൂഷ്വലി ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഹോട്ടലിൽ. അപ്പം ദിസ് വാസ് വെരി യൂസ്ഫുൾ തിങ്. ഇവിടെ എത്തുമ്പം നമ്മൾ സൂറിക്കിലാണ് എത്തിയത്. അപ്പോൾ സൂറിക്കിൽ എത്തിയപ്പോൾ ഒരു 3:15 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പിസേറിയയിൽ കയറി. നല്ലൊരു അടിപൊളി പിസേറിയ, നല്ലുണ്ട് കാണാനൊക്കെ. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ പോയി ഫ്രഷൊക്കെ ആയി നമ്മളിങ്ങനെ സൂറിക്കിൻ്റെ കൂടെ നടക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട് പറഞ്ഞു. അപ്പം ആ ലേക്ക് കാണാൻ വേണ്ടി പോവാണ്. അപ്പം നടന്നു പോയച്ച് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നടന്നു പോവാണ്. ഗൈസ് നടന്നു പോകുമ്പോൾ ഇതാ അവിടെ മൾബറി ഉണ്ടായി നിൽക്കുന്ന നോക്ക്. കണ്ടോ ആപ്പിൾ ഉണ്ടായത്, ഗ്രീൻ കളർ ആപ്പിൾ. ഇത് ക്രിസ്മസ് ട്രീൻ്റെ കൃഷിയാണ്. ഇതൊക്കെ വരുന്നുള്ളൂ, വളർന്നുള്ളൂ. അപ്പോൾ ഈ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ക്രിസ്മസ് ട്രീ ആവായിരിക്കും. നമ്മൾ നടക്കാൻ തീരുമാനിച്ച ഒരു നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് പോകുന്ന വഴിക്ക് കുറേ ഫാം ഹൗസസ്, ഇവിടുത്തെ ഓരോ വീടുകൾ, അങ്ങനെ ഓരോ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി. ഫൈനലി നമ്മൾ നടന്ന് ലേക്കിൻ്റെ സൈഡിലെത്തി. കണ്ടോ, സോ ബ്യൂട്ടിഫുൾ. ഇവിടെ എവിടെ നോക്കിയാലും ആപ്പിളിൻ്റെ മരമാണ് കാണുന്നത്. അതൊക്കെ കാണുന്നത് ആപ്പിളിൻ്റെ മരം, അതൊക്കെ ആപ്പിളിൻ്റെ മരമാണ്. ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നോക്ക്, നല്ല ഭംഗിയാണ്. നേരെ വ്യൂ ലേക്കാണ്. അങ്ങോട്ട് നോക്കിയാൽ ലേക്കാണ്.
ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്ത് കൂടെ ഒരു ചെറിയൊരു പാത്ത് വേ ഉണ്ടായിരുന്നു. അതിൽ കൂടെ പോയ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ലേക്കിൻ്റെ അവിടെ എത്താനും. ആൻഡ് ഈ പാത്ത് വേ പറയുമ്പോൾ ഭയങ്കര ക്ലീൻ ആയിട്ട് പാത്ത് വേ. അപ്പോൾ ഞാനൊരു നിമിഷം നമ്മളെ നാട്ടിലെ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തുള്ള പാത്ത് വേ ഒന്ന് ആലോചിച്ച് പോയി. ബിക്കോസ് ഇവിടെ ഭയങ്കര നീറ്റായിരുന്നു. നമുക്കൊരു സേഫായിട്ടും ആക്ച്വലി തോന്നി. നടക്കുമ്പോഴും ഭയങ്കര നീറ്റും ഭയങ്കര സേഫായിട്ടും ആക്ച്വലി നമുക്ക് തോന്നി. ഈ ലേക്കിൻ്റെ ചുറ്റും വീടുകളും ബിൽഡിങ്സും ഒക്കെ ഉണ്ടായിട്ട് പോലും ഈ ലേക്ക് അത്രയും ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ലൈക്ക് നമുക്ക് ആക്ച്വലി ഈ വെള്ളം കുടിക്കാൻ വരെ പറ്റും. അത്രയും നീറ്റായിട്ടാണ് ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ഒരു പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ലേക്ക് സൈഡിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് തിരിച്ച് നടക്കാൻ തുടങ്ങി. മുന്തിരി ഉണ്ടായത് നോക്ക്. ലേക്കൊക്കെ കണ്ട് തിരിച്ച് നടക്കാണ്. കുറേ നടന്നു തിരിച്ചു പോകുന്ന വഴിയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിന്. അങ്ങനെ അവിടുന്ന് ഡിന്നറും കഴിച്ചു. അങ്ങനത്തെ ഞങ്ങളെ ഫസ്റ്റ് ഡേ ഇൻ സ്യൂറിക്ക് ഇവിടെ എൻഡായി. സോ അതായിരുന്നു ഞങ്ങൾ ഡേ 1 ഇൻ സ്യൂറിക്ക്. അപ്പം ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം ഇത് ഡേ 1 വ്ളോഗാണ്. ഇനി ഡേ 2ൻ്റെ വ്ളോഗ് വേറെ ഒരു വ്ളോഗായിട്ട് ഞാൻ വരുന്നതാണ്. സോ അണ്ടിൽ ദെൻ ബൈ, ഹാവ് ഫൺ.